വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ CPM-ഉം. ഈ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറിന് ജാമ്യം ലഭിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജിതിന്റെ ജാമ്യം നേരത്തെ തള്ളിയിരുന്നു. അഞ്ജന സുകുമാരനാണ് വിവരങ്ങളുമായി. അഞ്ജന, കോടതിയുടെ നിരീക്ഷണം എന്തെങ്കിലും പ്രത്യേകമായി വരുന്നുണ്ടോ? എത്ര ദിവസം ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നത്? ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുമ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യവും നിയമപരമായ സാഹചര്യവും കൂടി. രതീഷ്, വിവാദമായ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിലാണ് പ്രതിയായ ജിതിൻ ഭാസ്കറിന് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 2 തവണ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജിതിൻ ജാമ്യ ഹർജി നൽകിയിരുന്നത് കോടതി പരിഗണിക്കുകയും പിന്നീട് ജാമ്യം നൽകാതിരിക്കുകയുമായിരുന്നു. അതിനുശേഷമാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയെ ജാമ്യം ലഭിക്കാൻ വേണ്ടി ഹർജി നൽകുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം അതിൽ വിശദമായ വാദം കേട്ടു. ഇന്നേക്ക് വിധി പറയാനായി മാറ്റിയിരിക്കുകയായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിന് നിലവിലുള്ളത് കൊയിലാണ്ടി സബ് ജയിലിലാണ്. അപ്പോൾ നാളെ തന്നെ സബ് ജയിലിൽ നിന്നും ഇതിനെ റിലീസ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വളരെ വിവാദമായൊരു കേസാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ കാഫിർ പരാമർശവുമായി ജിതിൻ ഒരു പോസ്റ്റ് എഴുതുന്നത്. അത് MSF നേതാവായ മുഹമ്മദ് കാസിമിന്റെ പേരിലായിരുന്നു ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നത്. അതിൽ വരുന്നത് LDF-ന്റെ സൈബർ ഇടങ്ങളിൽ തന്നെയായിരുന്നു. വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നു. SIT ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചത്. നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിക്കുകയും ചെയ്തു. അതിൽ LDF-ഉം അതോടൊപ്പം തന്നെ മുഹമ്മദ് കാസിമും നൽകിയ പരാതിയിലായിരുന്നു ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയത്. ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഒന്നും കണ്ടെത്താനായില്ല. കാസിമല്ല ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്നുള്ള റിപ്പോർട്ട് ഉൾപ്പെടെ കൊടുത്തിരുന്നു. അതിനുശേഷം പിന്നെ SIT കാസിമിനെ പ്രതിപട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക ഉൾപ്പെടെ ചെയ്തിരുന്നു. ഇത് അന്വേഷണം SIT ഏറ്റെടുക്കുകയായിരുന്നു. SIT ആണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ജിതിൻ ഭാസ്കർ തന്നെയാണെന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തുന്നത്. പക്ഷെ ഇതിന് മതിയായ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. ഇതിൽ പ്രധാനമായുള്ളത് ജിതിന്റെ ഫോണാണ്. ആ ഫോൺ ജിതിൻ റീസെറ്റ് ചെയ്തതായി SIT കണ്ടെത്തിയിരുന്നു. അത് ജില്ലയിലെ ലാബിൽ നടത്തിയ പരിശോധനയായിരുന്നു. ഫോൺ ലാബിൽ നടത്തിയ പരിശോധനയിലായിരുന്നു അത്തരത്തിൽ ഒരു കണ്ടെത്തലുള്ളത്. കൂടുതൽ പരിശോധനയ്ക്കായി സംസ്ഥാന ഫോറൻസിക് ലാബിലേക്ക് ഫോൺ കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെ നിന്നും ഇനി ലഭിക്കേണ്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുക എന്ന് SIT നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനമായും ഈ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ച കാര്യം, അത് കസ്റ്റഡി നേരത്തെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ SIT ഇതിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് ഒരു കസ്റ്റഡി അപേക്ഷ പോലും ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അതിനർത്ഥം ഈ പ്രതി ഇതിനോടകം തന്നെ കേസുമായി വളരെയധികം സഹകരിക്കുന്നുണ്ട്. തന്റെ ഫോൺ ഉൾപ്പെടെ ഹാജരാക്കി നൽകുകയും ചെയ്തു. പിന്നീട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ജാമ്യം റദ്ദാക്കുന്നു അല്ലെങ്കിൽ ജാമ്യം നൽകാതിരിക്കുന്ന ഒരു രീതിയിലേക്ക് കടക്കുന്നു എന്നുള്ളതായിരുന്നു പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ഫോൺ റീസെറ്റ് ചെയ്യുന്നത് അത് തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാൻ പറ്റില്ല എന്നുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു പ്രതിഭാഗം നിരത്തിയിരുന്നത്. ഏതായാലും അത് സംബന്ധിച്ചാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും റിമാൻഡിൽ കഴിയുകയാണ് ജിതിൻ ഭാസ്കർ. അതോടൊപ്പം തന്നെ 4 പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് ഇതിനെതിരെ ചുമത്തിയിരുന്നത്. അതായത് മനഃപൂർവ്വം കലാപാഹന ശ്രമം നടത്തുക, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന, പ്രേരണ കുറ്റം എന്നീ 4 കുറ്റങ്ങൾ ചുമത്തിയാണ് ഇതിനെതിരെ പോലീസ് കേസ്. കലാപാഹ്വാനം എന്നതായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തെ വലിയ പ്രചാരണം. അത് ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ അന്ന് CPM നേതാക്കളും DYFI നേതാക്കളും പ്രയോഗിച്ച ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമ്പോൾ ഈ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറാണ് മുഖ്യപ്രതി എന്ന് വ്യക്തമാവുകയാണ്. അതേസമയം തന്നെ കൂടുതൽ പേരെ പ്രതിയേർക്കാനുള്ള സാഹചര്യമുണ്ട്. പലരും കോടതി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സമീപിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് അറസ്റ്റിലായ ആൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.